Ciao ragazzi, ഞാനിന്നൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാട്ടോ പോവാൻ പോണേ. ഇന്നൊരു സൺഡേ ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തപ്പം ഒരു കിടിലൻ സ്ഥലം കിട്ടി. അപ്പം ഞാനിപ്പോൾ നടന്ന് ഒരു ബസ് എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഫൈനലി നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ. അതിൽ ഏറ്റവും നല്ലൊരു കലാപരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ട്യൂലിപ്പ് ഫീൽഡാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് അവിടെ എത്തിയപ്പം. ഞാൻ ഈ മറ്റേ ഡ്രീമിലൊക്കെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ ഞാൻ ശരിക്കും സിനിമകളിലും അല്ലെങ്കിൽ നമ്മുടെ പണ്ട് സ്കൂളിലെ ബുക്കിൻ്റെ കവർ പേജസിലൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സും ഇങ്ങനത്തെ ഫീൽഡൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം പോയി കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നോർമലി കാണുന്ന കളേഴ്സ് അല്ലാണ്ട് കുറേ മിക്സഡ് കളർ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു അവിടെ. പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ്ഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓറഞ്ച് ആൻഡ് റെഡ് മിക്സ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മിക്സഡ് കളേഴ്സ് ഉണ്ട്. ശരിക്കും ഞാൻ അത്ര ഫ്ലവർ പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അത്ര ഫ്ലവർ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി ഫ്ലവേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്കാരും ഫ്ലവർ തന്നിട്ടുമില്ല, ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. അവൾ ഇതേപോലെ ട്യൂലിപ്സും അല്ലാണ്ട് റോസ് ഫ്ലവേഴ്സൊക്കെ അവൾ വാങ്ങി വീട്ടിൽ ഫ്ലവർ വേസിലൊക്കെ വെക്കാറുണ്ട്, ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട്. സോ അപ്പോൾ എനിക്ക് ഫ്ലവർ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഫ്ലവേഴ്സ് വാങ്ങിക്കാനും പറ്റുമായിരുന്നു. ജസ്റ്റ് നമുക്ക് തന്നെ പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫ്ലവറിന് €1 ആയിരുന്നു അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും നമ്മൾ പോയ സമയത്ത് അവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. ഫ്രീ എൻട്രി അല്ല എന്നുണ്ടെങ്കിൽ അവരൊരു €5 ചാർജ് വാങ്ങിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 2 ഫ്ലവേഴ്സ് എടുക്കാം. പക്ഷെ ഞാൻ പോയ സമയത്ത് നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം. ഇത് പ്ലക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ആദ്യം അത് മറന്നുപോയി. ശരിക്കും ഇങ്ങനെയാണ് പ്ലക്ക് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്താൽ അത് വരില്ല. ഇങ്ങനെ പ്ലക്ക് ചെയ്യുമ്പോൾ ശരിക്കും നല്ലപോലെ പെട്ടെന്ന് വരും. കാരണം ഇത് മണ്ണിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന സാധനമാണല്ലോ. ഇത് പ്ലക്ക് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ഫ്ലവർ വാങ്ങി, ഞാൻ എടുത്തു. പിന്നെ ഒരെണ്ണം കൂടി ഇങ്ങനെ തപ്പി നടന്നപ്പോൾ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ആ ഒരു കളറും കൂടി എടുക്കാമെന്ന് കരുതി. ശരിക്കും ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ അത് അവിടെ നിന്ന് എടുത്തത്. കാരണം നല്ല ഉറച്ചിരിക്കുക അതിൻ്റെ മണ്ണ്. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വൺ ടൈം വിസിറ്റ് എന്ന് പറഞ്ഞൊക്കെയാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ എനിക്ക് ഇനി ഒരു ചാൻസ് ആയിട്ട് ഞാൻ എന്തായാലും പോകും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഇനിയുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ്.